രക്തസ്രാവമുള്ള സ്ത്രീ ഒരു തീരുമാനം എടുത്തു. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനമല്ല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ പള്ളിയിൽ പോവും, ഞാൻ പ്രാർത്ഥിക്കും, ഭാഷ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, പക്ഷെ ഞാൻ സൗഖ്യമാണെന്ന് പറയത്തില്ല. മൂന്നാമത്തെ അവൾ പറഞ്ഞു, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും സൗഖ്യം. അടുത്ത കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അതാ വിശ്വാസം. അതിന്റെ രണ്ട് കാര്യം ആരും പറയും, ഞാൻ പോകും, തൊങ്ങലിലെങ്കിലും തൊടും. അല്ല, സൗഖ്യമാകുന്നുള്ള നീ പറയുന്നതാണ് വിശ്വാസം. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. അതാ വചനം പറയുന്ന, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ചോദിക്കുന്നത് ലഭിച്ചോന്ന് വിശ്വസിക്കണം. ദൈവത്തെ ശ്രദ്ധിച്ചേ. കൊച്ചുകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും ഒന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പറയും, ആദ്യം അവർക്ക് മാതാപിതാവ് അനുവാദം കൊടുക്കത്തില്ല. പക്ഷെ അവര് ഒന്ന് മൂടിയില്ലേലും പറയും, പപ്പ എനിക്ക് മേടിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ, ഡാഡി എനിക്ക് മേടിച്ചു തരുമെന്ന് പറഞ്ഞു. അതാ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല നല്ല ഗ്രാമീൺ ഉറക്കം പറഞ്ഞു. ഇത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. അതേസമയം നമ്മൾ ഈ പ്രേട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കും, ആ പ്രേട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കും, പിന്നെയും വേറെ ദിവാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, വീണ്ടും തലയിൽ കൈവെക്കും. നമുക്ക് വിശ്വാസമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുത്തായിട്ട് പറയും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ ശരീരം സൗഖ്യമാകുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ബന്ധനങ്ങളെ ദൈവം അഴിക്കുക.